ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സാധാരണ ഒരു സാറ്റർഡേ ദിവസമാണ്. ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്, ഇന്ന് ഷോപ്പിൽ പോകുന്ന ദിവസമല്ല. അപ്പോൾ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്ത് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ റൂട്ട് ബേബിക്കുള്ള ഫുഡ് സെറ്റാക്കും. അപ്പോൾ അവളുടെ ചിക്കൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോർമലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കും. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സത്യം പറയാലോ, എങ്ങനെ എന്ത് വീഡിയോ ഇടണം എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനായിട്ട് വീക്കെൻഡ്സിലേ പറ്റുള്ളൂ. ഞാൻ വീട്ടിലിരിക്കുന്ന തിരക്കില്ലാത്ത വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ആഴ്ച എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. കുക്കിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കാതെ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇതുവരെയൊക്കെ ഞങ്ങൾക്ക് ഇനിയിപ്പം ഇന്നത്തെ പ്ലാനൊന്നുമില്ല. ചിലപ്പം ഒരു മൂവി കാണാൻ പോകണം എന്നിങ്ങനെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇറങ്ങുന്ന പടമൊന്നും ഒറ്റ വിടാതെ ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിവിൻ പോളിയുടെ ഒരു മൂവിയില്ലേ, അത് നല്ലതാണെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്, അറിയാലോ. ആസ് യൂഷ്വൽ സാറ്റർഡേ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചാൻ്റെ വകയാണ്. ഞാൻ എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. അന്നാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം. അപ്പം കഴിഞ്ഞ ആഴ്ചയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ഉണ്ടാക്കിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫിഷ് കറിയും അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൺഡേ പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ചിക്കൻ അല്ല മട്ടൻ ദം ബിരിയാണി ഞാൻ ഉണ്ടാക്കി. അങ്ങനത്തെ പരിപാടികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വീക്കെൻഡ്സിലാണ്. അപ്പോൾ ഈ വീക്കെൻഡിൽ ഞാൻ വിചാരിച്ചു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കപ്പ ബിരിയാണി. നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ ഞാൻ ഇവിടുന്ന് വിളിച്ച് പറയും, അമ്മേ ഞാൻ വരുന്ന ദിവസം അന്ന് തന്നെ ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് കപ്പ ബിരിയാണി വേണം. ചില ദിവസങ്ങളിൽ നൈറ്റിലായിരിക്കും എത്തുന്നത്. നൈറ്റിലെത്തുമ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആണെങ്കിൽ അമ്മ പറഞ്ഞ് 12 മണിയാകുമ്പോൾ കഴിക്കും. ഞാൻ 12 മണിയായാലും ഞാൻ കപ്പ ബിരിയാണി കഴിക്കുന്നുണ്ട്. എനിക്ക് അമ്മയുടെ കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നോക്കട്ടെ. പിന്നെ എൻ്റെ വർക്കൗട്ടിനെ കുറിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീക്കെൻഡ്സിൽ ആണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും പിന്നെ എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ വീക്കെൻഡ്സിൽ ചിലപ്പോൾ ഞാൻ സാറ്റർഡേ വർക്കൗട്ട് ചെയ്യില്ല, ചിലപ്പോൾ സൺഡേ ചെയ്യില്ല. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം, എനിക്ക് കുക്കിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഞാനെന്താ വർക്കൗട്ടിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത അതുകൊണ്ടാണ് കേട്ടോ. വർക്കൗട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, സമയം കിട്ടത്തില്ല അതിനൊന്നും. അതൊക്കെയാണ് ഇന്നത്തെ. അപ്പം ഇനിയിപ്പോൾ ഇച്ചാൻ വാഷ്റൂമിലാണ്. ഇച്ചാൻ ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരും. അടിപൊളിയായിട്ട് സാൻഡ്വിച്ച്, ബർഗർ, നൂഡിൽസ് നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വീക്കെൻഡിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ആൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ വക സ്പെഷ്യൽ സാൻഡ്വിച്ച്. ഓക്കെ, കണ്ടിന്യൂ. നമുക്ക് പോവാം. അങ്ങനെ ഇതാണ് ഇച്ചാൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? 2 സോസേജ് പിന്നെ ബ്രെഡ്. ഇത് എന്നാ ടേസ്റ്റാണെന്നറിയോ? ഞാൻ സത്യം പറഞ്ഞാൽ സൺഡേ ഒക്കെ ആവാൻ വേണ്ടി നോക്കിയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണ്ട ചീസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. അമേസിംഗ് എന്ന് വെച്ചാൽ അമേസിങ്. റൂത്ത് ബേബി ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് ഞങ്ങളെ നോക്കി കൊതി വിട്ടിരിക്കുക അവിടെ. സൂപ്പർ അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട് ചാനോടാ. ഓക്കെ, കഴിക്കട്ടെ. ബൈ. ഇത് നല്ല ഹെയർ സ്റ്റൈലാണല്ലോ. അതെന്തിനാ കളഞ്ഞേ? അത് കളഞ്ഞു. ഇവിടെ വിട്ടെ.
ഹായ് അതെന്താ ഒരു സൈഡൊക്കെ ചിരിച്ച് ഞങ്ങൾ സ്റ്റൈലാക്കിയതാ ഇതെന്താ ഇത് സിംഹമാണോ ഇത്? ഇതെന്താ ഇതൊക്കെ സ്റ്റൈലാണോ? മുടിയൊക്കെ ഒരു സ്റ്റൈലാണ്. ഇതിന്റെ ടോയ് ആണോ? റൂത്തിന്റെ ടോയ് ആണോ ഇത്? ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്ക് തരാമോ പ്ലീസ്? അപ്പോൾ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കപ്പ ബിരിയാണി നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. വീഡിയോയിൽ പറഞ്ഞായിരുന്നു അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ട്രൈ ചെയ്തത്. ഏകദേശം ഒക്കെ ആയി എന്ന് വിചാരിക്കുന്നു. കൊള്ളാം അല്ലേ? കൊള്ളാം സൂപ്പറായിട്ട് പിടി പിടിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാട്ടാ, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, എന്നോട് കുറെ വീഡിയോസ് ആയിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് വീഡിയോ എടുത്തു കുഴപ്പമില്ല കട്ടിയുണ്ടോ? ഓക്കെ, കുറെ വീഡിയോസിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവളുടെ എന്താ പറയാ പീ ആൻഡ് പൂപ്പ് നമ്മൾ എങ്ങനെയാണ് ഈ പീ ആൻഡ് പൂപ്പ് എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചതെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ സെപ്പറേറ്റ് അതിലൊരു വീഡിയോ ഇടേണ്ടതായിട്ട് എനിക്ക് വലിയൊരു ഇത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് വിഷമം തോന്നും, ദൈവമേ ഇത് എന്ത് ഇവിടെ എല്ലായിടത്തും പോയി ഇങ്ങനെ മുള്ളിടുക, ഈ കുറുമ്പ്, ഈ കുസൃതി, ഈ കുഞ്ഞിപ്പെണ്ണ് എല്ലായിടത്തും പോയി ഇങ്ങനെ ശൂശു വെക്കും. അപ്പൊ ഞങ്ങൾക്ക് ഈ കുഞ്ഞിപ്പെണ്ണിനെ കിട്ടിയത് 2 മാസമാണേ. അപ്പൊ അവ ഒന്നും അറിയത്തില്ല, ഇവിടെ മുഴുവൻ ശൂശു വെച്ച് ഞങ്ങൾ വലഞ്ഞു ശരിക്കും പറഞ്ഞാല്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുറെ വീഡിയോസ് കാണുമായിരുന്നു. അപ്പൊ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പോട്ടി ട്രെയിനിങ് പഠിപ്പിക്കുന്നതൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും അങ്ങനെ അവർ ചെയ്യണതായിട്ടൊന്നും എനിക്ക് എഫക്റ്റ് വന്നില്ല കുറേയൊക്കെ. അപ്പം നമ്മൾ ഒരു 10-15 ദിവസത്തോളം ശരിക്കും കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് സത്യം പറയാൻ എന്നെ ഹെൽപ്പ് ചെയ്തെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ റിംഗ് മാസ്റ്ററിന്റെ മൂവിയാണ് ശരിക്കും അതിനൊരു ഹെൽപ്പായത്. ആ ഒരു മൂവിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോഗ് വന്നിട്ട് പീ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഏരിയയിൽ വന്നിട്ട് മണത്തിട്ട് അടുത്ത ആൾ ചെയ്യും എന്നുള്ളതൊരിത്. ആ ഒരു ഇതിലാണ് പെട്ടെന്ന് ചിന്തിച്ചത്, ഓക്കെ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇവള് മുള്ളുന്നത് എപ്പോഴാന്ന് വെച്ചാല് വെള്ളം കുടിച്ചു കഴിയുമ്പോ ഇവൾക്ക് മുള്ളും. അപ്പൊ നമ്മള് കറക്റ്റ് ആ സമയത്ത് ഇവള് എവിടേക്കാ പോണേന്ന് നോക്കും. അവളെങ്ങാനും സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് പിടിച്ച് കൊണ്ടുപോയിട്ട് ഈ പീ പാഡിൽ കൊണ്ടുവയ്ക്കും. എന്നാലും ഞങ്ങൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ വെക്കും. ഒന്നൊന്നും അല്ലാട്ടോ, ഒരു കുറെ ദിവസങ്ങളിൽ നമ്മൾ രാത്രി എഴുന്നേക്കും. എന്നിട്ടൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കൊണ്ടുവയ്ക്കും, വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾ അവിടെ പോയി മുള്ളും, പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവെക്കും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് അവൾ ആ മുള്ളി ഇട്ടിരിക്കുന്ന നിലത്ത് തന്നെ ഞങ്ങൾ ഈ പീ പാഡ് ഇങ്ങനെ കമത്തി ഇടും. അപ്പൊ കമത്തി ഇടുമ്പോൾ ഇവിടെ മൂത്രം അതിൽ അബ്സോർബ് ആവുമല്ലോ. എന്നിട്ട് ആ പീ പാഡ് മൂത്രം പറ്റിയ പീ പാഡ് ഞങ്ങൾ ഇതുപോലെ ഇവിടെ കൊണ്ടിടും. അപ്പൊ ഇവളെന്താ ചെയ്യാന്ന് ചോദിച്ചാല് ഈ ഒരു ഏരിയയിലേക്ക് അവൾ ഇങ്ങനെ വരുമ്പോ ഈ ഒരു യൂറിന്റെ സ്മെല്ല് ഇവൾക്ക് വരും. അപ്പൊ ആ യൂറിൻ പറ്റിയ പീ പാഡ് നമ്മൾ ഇവിടെ കൊണ്ടിടും. എന്നിട്ട് ഇവൾ ഈ ഒരു ഇതിൽ നടക്കുന്ന സമയം അല്ലെങ്കിൽ മുട്ടുന്ന സമയത്തേക്ക് ഇവളിങ്ങനെ നടക്കുമ്പോൾ ഈ പീ പാഡിലെ സ്മെല്ല് വരും. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ മണത്ത് കയറി പീ പാഡിലേക്ക് കയറി. അപ്പൊ അവളൊന്ന് പരതുന്ന കണ്ടു, ഒന്ന് വട്ടത്തിൽ പരതി. എന്നിട്ട് ഞങ്ങളുടെ മുന്നേ കുറെ മണക്കും, കുറെ മണത്ത് അവൾക്ക് മനസ്സിലായി ഇവിടെ യൂറിൻ. അങ്ങനെ യൂറിന്റെ സ്മെല്ലടിച്ച് അവൾ ആദ്യമായിട്ട് ഇവിടെ മൂത്രം ഒഴിച്ച ദിവസം ഓ ഞങ്ങൾക്ക് സന്തോഷമായി, സക്സസ് ആയി എന്ന് പറഞ്ഞു. ദുബായില് ലൈസൻസ് കിട്ടിയ സന്തോഷം. പൂപ്പിടുന്നതും അത് സെയിം ഇതിന് ശേഷം പിന്നെ പൂപ്പ് അങ്ങനെ ഇട്ടു തുടങ്ങി അല്ലേ? അത് തന്നെയാണ്, അത് പുറത്തെടുത്തില്ല, ഇത് തന്നെയായിരുന്നു പൂപ്പിടുന്നത്. പീ ആണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. പീ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ഈസിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ യൂട്യൂബിൽ നോക്കിയ വീഡിയോയ്ക്ക് കയ്യും കണക്കില്ല, പക്ഷെ എനിക്ക് അതൊന്നും സക്സസ് ആയില്ല. ഞാൻ ഒരുപാട് മറ്റേ ചുറ്റുമൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ തട്ടും ഒച്ച വെക്കും, അങ്ങനൊന്നും ശരിയായില്ല. പകുതി ഹാഫ് അവളെ ഇവിടെ കൊണ്ടുവന്ന് പകുതിക്ക് അറുത്ത് പോകും. അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ മുള്ളുന്നതിനിടയ്ക്ക് കൊണ്ടുവരുമ്പോൾ അവൾക്കൊരു ഡിസ്റ്റർബൻസ് ആവും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്ത നമ്മൾ ഇവിടെ കൊണ്ട് വെക്കുക. അപ്പൊ അവൾക്ക് കുറെ ദിവസം ആയി കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാ ഇതാണ് അതിന്റെ ഒരു ഇതെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് വേറെ അറിയത്തൊന്നുമില്ല, ഞങ്ങൾ സിനിമ കണ്ടിട്ട്. പക്ഷെ റിംഗ് മാസ്റ്റർ ശരിക്കും ഞങ്ങളുടെ ഒരു സേവ് ചെയ്തു എന്ന് പറയാം. പിന്നീട് ഇതുവരേക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. ആ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ല ഒന്നും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഡ്രസ്സ് മാറിയത് വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ്. എല്ലാ ദിവസമൊന്നും തല കുളിക്കാറില്ല, 2 ദിവസം കൂടുമ്പോഴാണ് തല കുളിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് കാരണം ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് ഞാനൊന്ന് വാഷ് ചെയ്ത് വിടാറുണ്ട്. കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് കരുതിയിട്ട് ഡെയിലി നമുക്ക് ഷാമ്പു കണ്ടീഷണർ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ജസ്റ്റ് നോർമലായിട്ട് വാഷ് ചെയ്യും. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല. എന്ത് ചെയ്യാനാ, സംഭവം ഷാമ്പു ഇടാൻ തോന്നും, പക്ഷേ
മുടിക്ക് പ്രശ്നമാവുന്നതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നോർമലായിട്ട് വാഷ് ചെയ്യത്തേ ഉള്ളൂ. അല്ല ഇനി നന്നായിട്ട് സ്വെറ്റായി എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പൂ ഇട്ടിട്ട് ഞാൻ കഴുകാറുണ്ട് കേട്ടോ. എന്നോട് ഈ റീസെൻ്റ്ലി ഉള്ള വീഡിയോസിനകത്ത് വരുന്ന കമൻസ് ആണ് ഞാൻ വീട്ടിലിടുന്ന ഈ ഒരു ഡ്രസ്സുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത്. ശരിക്കും ഇത് നൈറ്റി അല്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇത് നൈറ്റി അല്ല ഞാൻ വെയർ ചെയ്യുന്നത്, ഇതൊക്കെ ഫ്രോക്ക് ടൈപ്പാണ്. അതായത് ഒരു നീ ലെങ്ത് വരെയുള്ള ഒരു ഫ്രോക്കാണ്. എനിക്ക് നൈറ്റി യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ ഫ്രോക്ക് മോഡലിലുള്ളതാണ്. ഞാനത് ഇന്ന സ്ഥലമൊന്നുമില്ല. ഞാനിത് വാങ്ങിക്കാറുള്ളത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, ഷീനിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, മാക്സിൽ നിന്ന് ഞാൻ എവിടെ കാണണോ എനിക്ക് ഇഷ്ടപ്പെടുന്ന എവിടെയാണോ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ നമ്മുടെ സ്പ്ലാഷിലൊക്കെ കിട്ടാറുണ്ട്. അപ്പം എനിക്ക് പിന്നെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇന്നതൊന്നൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങനെ വാങ്ങിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. കഴിക്കേ. ഞാനിപ്പോ മറ്റേ ഉപ്പ് ഞെരടിയതാ. അത് ഇതിന്റെ മേലെ വെച്ച് നാട്ടിലൊക്കെ സൂപ്പർ. കപ്പ കറക്റ്റ് വെന്തല്ലോ. കുറച്ചും സൂപ്പറായിരുന്നു. എൻ്റെ ഭാര്യക്ക് ഇത്രയും കൈപ്പുണ്യാണല്ലോ. എന്തെങ്കിലും ടേസ്റ്റ് ആണുള്ളത്. ഓക്കേ, കഴിച്ചോ കഴിച്ചോ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു എന്ന പ്ലാൻ അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ എവിടെ പോകുന്നു? ഞങ്ങൾ ബി ലബാനിലെ സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതും ഇതേമാതിരി കുറെ വീഡിയോസ് കണ്ടു. അപ്പൊ കണ്ടിട്ട് നല്ല കൊതിയായി. ശരി, ഞങ്ങൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഹലോ. അല്ല എനിക്ക് അല്ല, ഞാൻ മുടിയിനെ വിളിച്ച. ഓക്കെ, അപ്പം നമ്മൾ അവരുടെ ബർഷ ബ്രാഞ്ചിലേക്കാണ് പോകുന്നത്. ഞാൻ ഇന്ന് കറക്റ്റ് പറയാട്ടോ, ജെന്യൂൻ ആയിട്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്. ഇത്രയും ഹൈപ്പിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ചിലവര് പറഞ്ഞു പോരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെന്താന്നറിയില്ല, നമുക്ക് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിലെ കുറച്ച് ഐറ്റംസ് മാത്രമായിരിക്കും നല്ല എക്സ്ട്രീം ടേസ്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നോർമൽ ആയിരിക്കും. റൈസിന്റെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. റൈസ് എനിക്ക് തോന്നുന്നു അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഫ്രൈഡ് ഐസ്ക്രീം കഴിക്കും, അങ്ങനത്തെ ഐസ്ക്രീം അല്ലെങ്കിൽ ഈ ഒരു പിസ്താഷ്യോ ഒഴിച്ചിട്ടുള്ള ഒരു സാധനം അല്ലേ, അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ചെല്ലുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തിരക്ക് കരാമേന്നൊന്ന് കടന്നു കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും കരാമയിലേക്ക് വരുന്നു, ഞങ്ങൾ കരാമേന്ന് പോകുന്നു. അതാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് നല്ല തിരക്കാ. ഇപ്പോഴും അതെയല്ലേ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ എല്ലാ ആൾക്കാരും കരാമയിലേക്ക് വരാൻ നോക്കുക. നമ്മൾ കരാമയാണ്, ഞങ്ങൾ കരാമേന്ന് എങ്ങോട്ടെങ്കിലും വേറെ പോകാനാണ് നോക്കുന്നത്. അപ്പൊ നല്ല ബ്ലോക്കാ. ഈ കരാമേന്ന് വിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ആ ഒരു ഏരിയയിൽ തന്നെ വീണ്ടും ഇങ്ങനെ ഒന്ന് നിപ്പുണ്ട്. ഇവിടെ ഒന്ന് ഈ ഒരു സിഗ്നൽ കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. ഇതാണ് ബി ലബാൻ. ചേട്ടൻ കൊതി വന്നിട്ട് നിക്കാനിരിക്കാനും മേലല്ലേ. പോക്കുണ്ടോ? നല്ല മണം. ഞങ്ങൾ 2 സ്വീറ്റ്സ് ആണ് വാങ്ങിച്ചത്. ഒന്ന് ഫ്രൈഡ് ഐസ്ക്രീം ആണ്, ഒന്ന് കുഷ്ടുട്ട. ഞങ്ങൾ കുഷ്ടുട്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിഞ്ഞൂല്ലോ അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും താഴെ ടൈപ്പ് ചെയ്ത് എഴുതാട്ടോ, എന്താണെന്നുള്ള താഴെ എഴുതിയേക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാട്ടോ എങ്ങനെയാണ്. ഫ്രൈഡ് ഐസ്ക്രീമിന് 2 ഡിപ്പും കിട്ടും. 2 ഡിപ്പ് കിട്ടും. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് ന്യൂട്ടല്ലയും പിസ്താഷ്യോ ആണ്. മറ്റേ സാധനത്തിന്റെ പേര് കുഷ്ടുട്ടാന്നൊന്നും അല്ല കേട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് ഞാൻ താഴെ ടൈപ്പ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്തോളൂ. ഇനി കഴിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. കൊടുവാ ഒരാള് തിന്നാൻ പോവാ. ആദ്യം എന്താ കഴിക്കാം? ഇതെന്താ? ഇതാണ് കുഷ്ടുട്ട. അല്ല, അത് ഇതാണോ? അതിതാ സാധനം.
കുഷ്ടൂട്ടാന്നൊന്നും അല്ല, എന്റെ സ്പെല്ലിങ് മാത്രമേ അറിയുള്ളൂ. അത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കഴിച്ച് കാണിക്കാം. ഇങ്ങനെയുണ്ട് കുഷ്ടൂട്ട. ഞാൻ ഫുൾ ഇറക്കിട്ടേ പറയുള്ളൂ. ഇതൊരു അറ്റേ ഉള്ളൂ, 4 അറ്റം കഴിച്ചു നോക്ക്. എന്തോ റൈസ് ആണോ അത്? അല്ല അല്ലേ, അവിടെ എന്തൊക്കെയാ എഴുതി കാണിക്കണ്ട. റൈസ് അങ്ങനെ തോന്നില്ല കേട്ടോ. ഇല്ല അല്ലേ, നമ്മളതിനെ പൊച്ചിച്ചതാ റൈസ് ആണ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഈ ലോട്ടസിന്റെയും പിസ്റ്റയുടെയും നുട്ടലയുടെ ഒക്കെ ടേസ്റ്റ് മേലെ മുന്തി നിൽക്കുന്നേ. തലക്ക് പിടിക്കോ, മത്ത് പിടിക്കോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ വെറുതെ അല്ല ആൾക്കാര് പറയണേ. നല്ല രുചിയുണ്ട്. ഓ, അങ്ങനെ പ്രൈസ് ഹൈ ഒന്നും ഇല്ല, ഈ വിലക്ക് ലാഭം തന്നെയാ. നന്നായിണ്ടല്ലേ, ശരിക്കും നന്നായിട്ടുണ്ട്. മറ്റേ സൈഡ് നോക്കിയേ, പിസ്ത സൈഡ് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കസറി. അടുത്തത് ഫ്രൈഡ് ഐസ്ക്രീം ആണ്. ഇങ്ങനെയാണ് അതിന്റെ 2 ഡിപ്പുണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് നുട്ടല്ലേ പിസ്താഷ്യം. ഇത് തോപ്പണമെന്നാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മോന്തയില് തോന്നണില്ലല്ലോ. അതെ, തണുപ്പ് കാരണം എനിക്ക് തൊണ്ടയ്ക്കാനുള്ളൊരു പേടി. നല്ല ഐസ്ക്രീം അല്ലേ? പിന്നെ ലിപ്സ്റ്റിക്ക് പോകൂലേ? ഓ, അതുകൊണ്ടാ. അല്ല, നല്ല രുചിയുണ്ട്. രണ്ടും നല്ലതാ. ആ ഒരു ഹൈപ്പിന് വേർത്ത് തന്നെയാ. പ്രൈസ് അഫോർഡബിൾ. നമ്മൾ ഇന്നലെയൊക്കെ പോയി കഴിച്ചില്ലായിരുന്നോ ക്രിസ്പി ഐസ്ക്രീം ബൈറ്റ്സ്? അത് ശരിക്കും 37 ദിർഹംസാ. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ അടിപൊളി. ഡിപ്സിൽ എപ്പോഴും ന്യൂട്രല്ലേ നല്ലത്. പിസ്താഷ്യോ ഡിപ്പ് അത്ര ഭയങ്കര പിസ്താഷ്യോന്റെ ഒരു ഫ്ലേവർ മുന്തി നിക്കുക. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്, അടിപൊളി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നല്ല 2-3 തവണ വേണം ട്രൈ ചെയ്യാം. ഇനിയും കുറെ ഐറ്റംസ് ഉണ്ട്. അതെ, അടിപൊളി അടിപൊളി. അങ്ങനെ ഞങ്ങൾ അടുത്തത് മോൾ ഓഫ് എമിറേറ്റ്സിലെത്തി. നമ്മള് ബർഷയിലെ ബ്രാഞ്ചിലാണല്ലോ പോയത്, ബീലബാൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമ്മൾ ഇടയ്ക്കാണല്ലോ ഇറങ്ങണേ, അപ്പൊ പിന്നെ കുറച്ചും കൂടി കവർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്താൻ കഴിയും. അപ്പൊ ഈ അടുത്ത ഏരിയയിൽ വേറെ എന്താ ഉള്ളത്? അപ്പൊ ഓർത്താവും മോൾ ഓഫ് എമിറേറ്റ്സ്. വെറുതെ കറങ്ങുന്നു, ചിലപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ. വയറ് ഫുള്ളായതുകൊണ്ട് മാത്രം, അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഇതിപ്പം കപ്പ ബിരിയാണി കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ കഴിച്ചേ? ബീലബാൻ. അത് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പരതുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ കറക്കം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഹോം സെൻറ്ററിൽ നിന്ന് ഒരു ഹോം ഡെക്കോറിൻ്റെ ഐറ്റം വാങ്ങിച്ചു, പിന്നെ ബേബിക്ക് ഒരു ടോയ് വാങ്ങിച്ചു. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് ഷോപ്പിംഗ് അവസാനിച്ചു. അതുപോലെ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗും ഇവിടെ അവസാനിച്ചു. ഇനി ഈ വ്ളോഗ് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പറയാനുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.